അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും റമദാൻ മാസത്തിലെ 4ാമത്തെ നോമ്പിലേക്ക് പോവുകയെന്നല്ലേ. നോമ്പ് നോക്കുന്ന സമയത്ത്, അത്തായ സമയത്ത് നമുക്ക് ഒരുപാട് സമയം നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയമുണ്ട്. അത്തായം കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാലും സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ നമുക്ക് ഒരുപാട് സമയം നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഖുർആനൊക്കെ ഓതും. അതേപോലെ തന്നെ അത്തായം കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മ, അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരിക്കലും ദാരിദ്ര്യം നമ്മൾക്ക് വരില്ല. നമുക്കൊരു ബുദ്ധിമുട്ടോ വലിയ രീതിക്ക് നമ്മൾ പണക്കാരാവില്ലെങ്കിലും നമുക്ക് കഷ്ടപ്പാടോ ദാരിദ്ര്യമോ ഒരു രൂപക്ക് പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരില്ല, കടം വാങ്ങേണ്ട അവസ്ഥ വരില്ല. യാ ബാസിത്തു യാ അള്ളാ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മാണ്. അത് നോമ്പ് കഴിഞ്ഞാലും നമ്മൾ സുബഹി നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം പതിവാക്കിയാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിക്റാണ്. നോമ്പ് കഴിഞ്ഞാലും ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് നമുക്ക് സുബഹി നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.